ഈ പെൺകുട്ടി വളരെയധികം ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയത് അവൾക്ക് അമ്മ കൊടുത്തിരുന്ന മരുന്നിന്റെ ലേബലിൽ മറ്റൊരു ലേബലും കൂടി പുറമെ ഒട്ടിച്ചിരുന്നു എന്ന്. 18 വർഷമായി അവളെ കൊണ്ട് വൈറ്റമിൻ എന്ന പേരിൽ ഈ ഗുളിക അവർ കഴിപ്പിച്ചിരുന്നു. അവൾക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്ത വിധമാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ മരുന്ന് കഴിച്ചത് കൊണ്ട് തന്നെയാണ് അവൾക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടെ എന്ന് അവൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അമ്മ മരുന്ന് കഴിക്കാൻ വീണ്ടും അവളെ നിർബന്ധിക്കുന്നു. അവൾ ഒന്നും അറിയാത്ത മട്ടിൽ തന്നെ അവരെ കാണിക്കാനായി ആ മരുന്ന് കഴിക്കുന്നുണ്ട്. 18 വർഷമായി ആ പെൺകുട്ടിയെ അവർ തന്റെ വരുതിയിൽ നിർത്താനായി പല തന്ത്രങ്ങളും പ്രയോഗിച്ചിരുന്നു. എല്ലാ ദിവസവും പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പായി അവളെ കൊണ്ട് ക്രോസറ്റ് ധരിപ്പിക്കുമായിരുന്നു. അതിനുശേഷം അവരുടെ കൈകൊണ്ട് തന്നെ അത് പിടിച്ചിറക്കും. അഥവാ പെൺകുട്ടി ഡ്രസ്സ് അഴിക്കാൻ ശ്രമിച്ചാലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ അവരാവട്ടെ മെഴുകുതിരി ഉരുക്കി അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം അവളെ ട്രാക്ക് ചെയ്യാനായി ഒരു വാച്ചും അവൾക്ക് കെട്ടിക്കൊടുക്കുന്നു. പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ആ സ്ത്രീ ആവട്ടെ ഒരു ബൈനോക്കുലർ വെച്ച് അവളുടെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അന്നത്തെ ദിവസം പെൺകുട്ടിയെ ധരിപ്പിച്ചിരുന്ന ക്രോസറ്റ് വല്ലാതെ മുറുകിപ്പോയിരുന്നു. അവൾക്കാണെങ്കിൽ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ശ്വാസം കിട്ടാതെ തറയിലേക്ക് വീണ പെൺകുട്ടിയെ അവളുടെ സുഹൃത്തുക്കൾ ഉടനടി ഓടി വന്ന് സഹായിക്കുന്നുണ്ട്. അവർ ആ ക്രോസറ്റ് ലൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ രംഗങ്ങൾ ബൈനോക്കുലറിൽ കൂടെ കണ്ട് അവളുടെ അമ്മയാവട്ടെ അവിടെ വന്ന് അവളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അടിക്കുന്നുണ്ട്. ഈ സമയത്ത് പെൺകുട്ടി പറയുന്നുണ്ട് ക്രോസറ്റ് ലൂസായി ഇരുന്നാൽ തനിക്ക് ബാത്റൂം യൂസ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കുമെന്ന്. എന്നാൽ പെൺകുട്ടി നിബന്ധനകൾ തെറ്റിച്ചു എന്ന് പറഞ്ഞ് വീട്ടിലെത്തി അവളെ അവർ അടിക്കുന്നുണ്ട്. പെൺകുട്ടിയെ വളരെയധികം ഉപദ്രവിച്ചിട്ടും ആ സ്ത്രീ ആവട്ടെ അവളെ നന്നായി പരിചരിക്കുന്ന പോലെ പെരുമാറുന്നുണ്ട്. അവർ തന്നെ അവളെ കുളിപ്പിക്കുകയും അവൾക്ക് ആഹാരം കൊടുക്കുകയും അതിനുശേഷം വൈറ്റമിൻ എന്ന പേരിൽ അവളുടെ ശബ്ദശേഷി ഇല്ലാതാക്കാനുള്ള മരുന്ന് അവളെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മരുന്ന് പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അതുകൊണ്ട് അവർ അവിടെ നിന്ന് മാറിപ്പോകുന്നു. പെൺകുട്ടി അത് കഴിച്ച മട്ടിൽ തന്നെ വായിലേക്ക് ഇടുന്നു. രാത്രിയിൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് പെൺകുട്ടി വീടിന് വെളിയിൽ കടക്കുന്നു. ഈ സമയത്ത് അവൾ വായിലുണ്ടായിരുന്ന ഗുളിക തുപ്പി പുറത്തേക്ക് കളയുന്നുണ്ട്. അതിനുശേഷം ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ച വാച്ചും പുറത്തേക്ക് കളയുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു വിലപിടിപ്പുള്ള കാറിനടുത്തേക്ക് നടക്കുന്നു. അപരിചിതനായ ഒരു യുവാവിനൊപ്പം അവൾ ആ കാറിലേക്ക് കയറുന്നു. അവളുടെ അമ്മയുടെ മുൻപിൽ വെച്ച് തന്നെ ധൈര്യപൂർവ്വം അവൾ ആ ക്രോസറ്റ് അഴിച്ചു കളയും. അതിനുശേഷം അവളുടെ അമ്മ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന കാര്യങ്ങൾ തന്നെ അവൾ ചെയ്യുന്നു. ആ രാത്രിക്ക് ശേഷം പെൺകുട്ടിക്ക് എന്തെന്നില്ലാത്ത സ്വാതന്ത്ര്യം അനുഭവപ്പെട്ടു. അവൾ രാത്രി ചെലവഴിച്ച ആ യുവാവിന്റെ പേര് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. അവളുടെ കണ്ണുകളിലെ വാശിയുള്ള ഭാവം കണ്ടിട്ട് യുവാവ് അവളുടെ കൂടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. പക്ഷേ പെൺകുട്ടി അവനെ എത്ര കാര്യമാക്കിയില്ല. അവൻ ആ സിറ്റിയിലെ ഏറ്റവും വലിയ ഗാങ്സ്റ്റർ ആണെന്നുള്ള കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു. അമ്മയുടെ കൂട്ടിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താൻ ആ യുവാവിന് സാധിക്കുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു.